എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികം ദുഃഖമായ ഒരു വാർത്ത. വെഞ്ഞാറുമുട്ടിൽ 23 വയസ്സുകാരൻ 5 പേരെ തലയിലടിച്ചു കൊന്നു. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. വെഞ്ഞാറുമുടാണ് സംഭവം നടന്നത്. 3 വീട്ടിലേറ്റാണ് 5 പേരെ തലയിലടിച്ചു കൊന്ന എന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയെ നൽകുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, 3 പേരെ തലയിലടിച്ച ശേഷമാണ് ഈ പുള്ളി ഇപ്പോൾ വീട്ടിൽ കേസ് തുറന്നു വിട്ടതിന് ശേഷമാണ് വെഞ്ഞാറുമൂട് പോലീസ് കീഴടങ്ങി എന്ന് പറയാം. ഇപ്പോൾ പോലീസ് ഈ പ്രതിയെ 23 വയസ്സുകാരനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അമ്മയുടെ മരണം ഗുരുതരമാറ്റി തന്നെ തുടരുന്നുണ്ടെന്ന്. വെഞ്ഞാറുമൂട് ആശുപത്രിയിലെ മാതാവിന്റെ മരണം, മാതാവ് മരിച്ചിട്ടില്ല, ഗുരുതരമാറ്റി തന്നെ തുടരുന്നുണ്ട്. 13 വയസ്സുകാരൻ വെങ്ങന്നൂർ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ കാമുകി മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളവർ മരിച്ചു കഴിഞ്ഞിട്ട് 5 പേരുടെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്ഥിരീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ 23-കാരനെ ഇപ്പോൾ വെഞ്ഞാറുമൂട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം കേസും തുറന്ന് വീട്ടിൽ വിട്ടിരുന്നു. അതിനുശേഷമാണ് കേസ് തുറന്നു വിട്ടതെന്ന് അറിയുന്നു. ആ പ്രതി ഇപ്പോൾ വെഞ്ഞാറുമൂട് പോലീസ് കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ DSP ഇപ്പോൾ ആറ്റിങ്ങലിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് വെഞ്ഞാറുമൂടിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദുഃഖമായ വാർത്ത. ഇപ്പോൾ 4 ചുറ്റും വെഞ്ഞാറുമൂടിന്റെ ഭാഗങ്ങളിലെല്ലാം ജനങ്ങളെ കൊണ്ട് നുറഞ്ഞു കവിഞ്ഞെന്ന് തന്നെ പറയാം. രാത്രി 6:30-ക്ക് 7 മണിക്കുമാണ് ഈ സംഭവം നടക്കണമെന്ന് പറയാം. 3 സ്ഥലത്തായിട്ടാണ് ചെന്ന് കൊന്ന് ഈ 5 പേരെയും കൊന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്ന. 3 വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ 6 പേരിൽ 5 പേരെയും കൊന്നതെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആ പ്രതി ഇതിനു മുമ്പേ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. കാമുകിയും കൊന്നെന്ന് തന്നെ പറയുന്നുണ്ട് എന്ന് പറയാം. 23 വയസ്സിൽ തലസ്ഥാന നഗരിയിലാണ് 5 മരണം സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇത് ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഇത്ര ഒരു സംഭവം നടക്കുന്നത്. ഞെട്ടിക്കുന്ന വാർത്തയാണ് നടക്കുന്നത് നമുക്ക് പറയാം. വെഞ്ഞാറുമൂട് നടന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത്രമായ ഒരു ദുഃഖമായ ഒരു വാർത്തയാണ്. ഒരു 23 വയസ്സുകാരൻ 5 പേരെ കൊല്ലുന്നു. അമ്മ ഗുരുതരമായി വെഞ്ഞാറോട് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കണമെന്ന് പറയാം. 5 പേരുടെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നതിന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇത് വിഷം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 23-കാർ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. പോലീസ് തന്നെ ചെന്ന് കീഴടങ്ങിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അത്തരമായ ഒരു വാർത്തയാണ്. ഇന്ന് 6:30-7 മണിക്ക് നടന്ന സംഭവമാണ് രാത്രി എന്ന് നമുക്ക് മനസ്സിലായി. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖമായ ഒരു വാർത്തയാണ്. അതും 23 വയസ്സുകാരനാണ് ഇത്രയും പേരെ കൊന്നെന്ന് നമുക്ക് 5 പേരെയും കൊന്നെന്ന് മനസ്സിലാകും. തലയിൽ ക്യാമർ പ്രോ അടിച്ചു, അത് വെച്ച് അടിച്ചാണ് ഈ 5 പേരെയും കൊന്നെന്ന് പറയാം. അതുപോലെ ഒരു അമ്മച്ചിയും കൊന്നതെന്ന് 80 വയസ്സുള്ള ഒരു അമ്മച്ചിയും തലയിൽ അടിച്ചാണ് കൊന്നെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. 23 വയസ്സുകാരനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അത്തരമായ ഒരു ക്രൂരത കേരളത്തിൽ ഞെട്ടിയ വാർത്തയാണ്. ഇതുവരെ ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ പോലും കണ്ടിട്ടില്ല. 23 വയസ്സുകാരൻ ഒരു കുടുംബത്തിലെ 5 പേരെ കൊന്നു കഴിഞ്ഞെന്ന് തന്നെ പറയാം. 3 വീട്ടിലായിട്ടാണ് കൊന്നു കഴിഞ്ഞെന്ന് പറയാം. ഒരാളുടെ നില, അമ്മയുടെ നില ഗുരുതരമാറ്റി തന്നെ ഇപ്പോൾ തുടരുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ 5 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയൻ.